ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് നടൻ ജയറാമിന് ഇ.ഡി. നോട്ടീസ് ലഭിച്ചിരിക്കുകയാണ്. ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ടുള്ള ഇ.ഡി. നോട്ടീസാണ് ജയറാമിന് ലഭിച്ചിട്ടുള്ളത്. എ.ടി. അശ്വതി വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. അശ്വതി, നേരത്തെ ചെന്നൈയിലെ ജയറാമിന്റെ വീട്ടിലെത്തി SIT ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം സംബന്ധിച്ച വിവരങ്ങളൊക്കെ ശേഖരിച്ചിരുന്നു. ജയറാമിന്റെ മൊഴി ഇതുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെ ഇപ്പോൾ ഇ.ഡി. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ ഇ.ഡി. അന്വേഷണം കൂടി നടക്കുന്നുണ്ടല്ലോ. ഇ.ഡി. അന്വേഷണത്തിലേക്ക് നീങ്ങാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു? വിവരങ്ങൾ. അഖില, ഇതിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിലെ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത്. അതിൽ 12 പേർക്കാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചിട്ടുള്ളത്. അതിൽ SIT-യുടെ ലിസ്റ്റിലുള്ള ആളുകളല്ലാതെ 9 പേർക്ക് ഇത്തരത്തിൽ സമൻസ് അയച്ചിട്ടുണ്ട്. ഈ കേസിന് പുറത്തു നിൽക്കുന്ന 9 പേർക്ക് അതിലൊരാളാണ് നടൻ ജയറാം. നടൻ ജയറാമിന് ഈ ആഴ്ചയോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയായിരിക്കും ഈ ചോദ്യം ചെയ്യലിന് ഹാജരാകാനായിട്ട് നിർദ്ദേശിച്ചിട്ടുള്ളത്. അതായത് അദ്ദേഹത്തിന്റെ കൂടി ഒരു സൌകര്യം കണക്കിലെടുത്തുകൊണ്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് ഇ.ഡി. ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കട്ടിലപ്പാടി അടക്കം ജയറാമിന്റെ വസതിയിൽ കൊണ്ടുവന്ന് പൂജിക്കുകയും മറ്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശബരിമലയിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള സാധനങ്ങൾ, വസ്തുക്കൾ പല ആളുകളുടെയും അടുത്ത് പ്രദർശനത്തിന് വെക്കുകയും അവിടെ പൂജ നടത്തുകയും ചെയ്ത് ആ രീതിയിൽ പണം സമാഹരിച്ചിട്ടുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം. അത് നേരത്തെ തന്നെ അത് വ്യക്തമായിരുന്നു. SIT അന്വേഷണത്തിൽ തന്നെ അത് വ്യക്തമായിരുന്നു. അക്കാര്യത്തിൽ ആണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ആ രീതിയിൽ പണം സമാഹരിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണമാണ്. അതിലാണ് ഇത്തരത്തിൽ ജയറാമിന്റെ മൊഴി രേഖപ്പെടുത്തുന്നത്. അതായത് എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ജയറാം നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹം അത്തരത്തിൽ എന്തെങ്കിലും പണം നൽകിയിട്ടുണ്ടോ, ഈ കട്ടിളപ്പാളി വീട്ടിൽ കൊണ്ടുവന്ന് പൂജിക്കുന്നതിനും മറ്റുമായിട്ട് പണം നൽകിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അന്വേഷിക്കുന്നത്. മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് വളരെ അടുത്ത ബന്ധം ജയറാമിനുണ്ട് എന്നതാണ് ആദ്യഘട്ടത്തിൽ തന്നെ മനസ്സിലാകുന്നത്. അതുകൊണ്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ, ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്തായാലും ശബരിമലയിൽ നിന്ന് ഇത്തരത്തിലുള്ള സാധനങ്ങൾ, ശബരിമലയുടെ ഭാഗമായിട്ടുള്ള വസ്തുക്കൾ ഇത്തരത്തിൽ പലയിടങ്ങളിൽ പോയി പ്രദർശനം നടത്തുകയും അത് വീട്ടിൽ കൊണ്ടുവന്ന് പൂജിച്ചിട്ടുണ്ടെങ്കിൽ ഐശ്വര്യം വരും തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ വിശ്വസിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പണം സമാഹരണം പലപ്പോഴും നടന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ്, എത്ര രൂപയാണ്, അത്തരം കാര്യങ്ങളിലേക്കുള്ള വിശദമായ അന്വേഷണമാണ് നടക്കുന്നത്. എന്തായാലും 12 പേർക്കാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസുമായി ബന്ധപ്പെട്ട് നോട്ടീസ് നൽകിയിട്ടുള്ളത്. അതിൽ 9 പേര് SIT-യുടെ ലിസ്റ്റിൽ ഉള്ള ആളുകളല്ല, അവർ പുറത്തുള്ള ആളുകൾ. അതായത് ഇതിലെ പ്രധാനപ്പെട്ട സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് തെളിവുകൾ നൽകാനും അത്തരത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനും നിർദ്ദേശിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അതിലാണ് ജയറാം ഉൾപ്പെട്ടിരിക്കുന്നത്. എന്തായാലും അടുത്ത ആഴ്ചയായിരിക്കും ജയറാമിന്റെ വിശദമായ ചോദ്യം ചെയ്യൽ ഉണ്ടാവുക. എന്തായാലും ഇത്തരത്തിലുള്ള പണമിടപാടുകൾ നടത്തിയിട്ടില്ല എന്നാണ് SIT-ക്ക് ജയറാം നൽകിയിരിക്കുന്ന മൊഴി. ശരി, അശ്വതിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി ജയറാമിന്റെ ചോദ്യം ചെയ്യലാണ്. ഇ.ഡി. ആണ് ജയറാമിനെ ചോദ്യം ചെയ്യാൻ പോകുന്നത്.